ഖത്തർ എന്ന രാജ്യം മധ്യപൂർവേഷ്യയിലെ ഒരു ചെറിയ രാജ്യമാണ്. നമുക്കെല്ലാവരും സുപരിചിതമാണ് ഖത്തർ എന്ന രാജ്യം. ഏറെ മലയാളി സഹോദരങ്ങൾ അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതിവാതകമാണ്. നാച്ചുറൽ ഗ്യാസിൽ മൂന്നാമത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ള രാജ്യമാണ് ഖത്തർ. ഈ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം അല്ലെങ്കിൽ വീതം എന്ന് പറഞ്ഞാൽ വളരെ മേലെയാണ്. കാരണം അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 2-3 ലക്ഷം ജനങ്ങളെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പുറമേ നിന്ന് കൊണ്ടുവന്ന അടിമകളും അവരുടെ അടക്കി വെച്ച് അവരെ കൊണ്ട് അടിമത്തത്തിൽ ജോലി എടുപ്പിച്ച്, നമ്മൾ മലയാളി അടക്കം ജോലി എടുപ്പിച്ചാണ് അവർ ഈ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തത്. ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിനുള്ള ഫണ്ടിങ്ങും അവർക്കുള്ള സംരക്ഷണവും കൊടുക്കുന്നത് ഖത്തറാണ്. നമുക്കറിയാവുന്നതുപോലെ ഹമാസ് പോലെയുള്ള തീവ്രവാദികൾക്ക് ദോഹയിൽ നല്ല സംരക്ഷണം നൽകി അവർക്ക് പ്രൈവറ്റ് ജെറ്റ് $4 ബില്യൺ നമ്മുടെ ഇസ്മയിൽ ഹാനിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാഹിയ സിൻവാർ ഇവിടുന്ന് റാഫേന്ന് ഓടിപ്പോയിട്ട് ഖത്തറിൽ രക്ഷപ്പെട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒളിച്ചിരിക്കാം എന്നുള്ളൊരു ഭയന്നിട്ട് ടണലിനുള്ളിൽ പുറത്തു വന്നിട്ടാണ് ആ നെത്തന്യാഹു അതിനെ അലക്കിയത്. മൂസാവടി വെച്ച് അവൻ്റെ ഇത് എറിഞ്ഞു നോക്കിയെങ്കിലും മറ്റേ ഡ്രോണിനെ ആ അവസാന നിമിഷം പോലും ഇടത് കൈ കൊണ്ട് ഒരു ഏറെറിഞ്ഞു. മൂസ നബിയുടെ വടി വെച്ച് ഒരൊറ്റ ഏറെറിഞ്ഞെങ്കിലും ആ ഇത് കിട്ടിയില്ല. ഡ്രോണ് ആ കെട്ടിടം അങ്ങോട്ട് നിലത്ത് വീണു. അങ്ങനെ യഹിയ സിൻവാർ പോയി. ആ പാവത്തിന് ദോഹയിൽ തിന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ജെറ്റിൽ ഇസ്മയിൽ ഹാനിയെ അടിച്ച് കളഞ്ഞപ്പോഴുള്ള ഒരു പ്രൈവറ്റ് ജെറ്റ് ദോഹയിൽ കിടപ്പുണ്ടായിരുന്നു. സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് ആ പാവം ടണലിൽ നിന്ന് പുറത്തിറങ്ങി അതിനെ അലക്കി കളഞ്ഞു. ഇനി ഞാൻ ഇത് പറയുന്നതിന് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത്ര നാളും തീവ്രവാദികളൊക്കെ കൊണ്ട് പരിപാലിപ്പിച്ച് നല്ല സുഖമായിട്ട് കഴിഞ്ഞിരുന്ന ഈ നാട് ഹൂത്തികൾ, ഹമാസ്, ഹെസ്ബുള്ള, ഇറാൻ ഇതിനൊക്കെ താങ്ങി നടന്നിരുന്നു. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഈ അമേരിക്ക നേരിട്ട് തീവ്രവാദികളുമായിട്ട് ഒരു നെഗോഷിയേഷൻ പാടില്ല. കാരണം ഇതൊരു ജനാധിപത്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ തീവ്രവാദികളായിട്ട് എന്തിനാ ചർച്ച നടത്തണേ, മാധ്യസ്ഥ. അപ്പം ഇതിൻ്റെ ഖത്തർ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇടയ്ക്ക് നിൽക്കാം, എന്നിട്ട് ഈ താലിബാനോടും ഹമാസിനോടും ഹെസ്ബുള്ളോടും ഹൂത്തികളോടൊക്കെ ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്താമെന്നും പറഞ്ഞ് ഇവരെ വളർത്തി കൊണ്ടുവരായിരുന്നു. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഉഡായിപ്പ് ഇനി വേണ്ട, അത് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പം തമീം എന്ന് പറഞ്ഞ അവിടുത്തെ രാജാവ് പറഞ്ഞൊക്കെ വിട്ടു പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഓടി അവിടുന്ന് താലിബാനും ഹമാസും ഹൂത്തിയും. കാരണം അതല്ലെങ്കിൽ ഖത്തർ എന്ന രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ വലിച്ചു ഊരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തന്നെയല്ല, ഖത്തറിൽ അൽ ഉദൈദ് എന്ന് പറഞ്ഞ ഒരു എയർഫോഴ്സ് ബേസ് ഉണ്ട്. ഞാനൊരു അമേരിക്കൻ സൈനികനായിരുന്നു. അപ്പം ഞാൻ ഈ അൽ ഉദൈദ് എയർഫോഴ്സ് ബേസിൽ പോയിട്ടുണ്ട്. അപ്പം അവരുടെ ഔട്ടർ കവർ കൊടുക്കുന്നത് ഖത്തർ മിലിറ്ററിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ബേസ് ഇരിക്കുന്നത്, ഈ അൽ ഉദൈദ് എയർഫോഴ്സ് ബേസ് ഇരിക്കുന്നത്. അത് മൊത്തം ഒരു അമേരിക്ക പോലെ ആണ് ആ അൽ ഉദൈദ് എയർഫോഴ്സ് ബേസിൻ്റെ ഉള്ളിലുള്ള ഇത്. അപ്പം ഈ ഒരു ബേസും അമേരിക്ക, ഞാൻ നേരത്തെ ഒരു ഇതിൽ ഈ അറബ് രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരോട് ഈ ജനാധിപത്യ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇറാൻ്റെയും ലെബനൻ്റെയും സിറിയയുടെ മാർഗത്തിലൂടെ യുദ്ധം ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതവും വിശ്വാസവും മാറ്റി വെച്ചിട്ട് കസേര വേണമെന്ന് വെച്ചു. അപ്പം ഈ തമീമിനെ പോലെയുള്ളവരും മറ്റ് മുഹമ്മദ് ബിൻ സൽമാനും അവിടെയുള്ള രാജാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ കസേര മതിയായും, ഞങ്ങൾക്ക് ഒരു തീവ്രവാദവും വേണ്ട, മതവും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവർ സുഖമായിട്ട് ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനീ ഖത്തറിനെ പറ്റി ഇങ്ങനെ ഘോരം ഇത് ചെയ്യുന്നതെന്ന്. വരട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കൊച്ചു കേരളമായിട്ട് ഈ ഖത്തറിന് വളരെ അടുത്ത ബന്ധമുണ്ട്. ഖത്തർ മാഫിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഖത്തർ മാഫിയ ഈ ലോകത്തിലുള്ള തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നതിൽ ഖത്തർ വളരെ മുമ്പിലായിരുന്നു ഇത്ര നാളും. ഇനി ട്രംപ് വരുന്ന സമയത്ത് അത് നടക്കില്ല. അപ്പം ഇത് നമ്മുടെ അൽ ജസീറ ചാനലൊക്കെ ഇവരുടെ ഫണ്ടിങ്ങിലാണ് നടക്കുന്നത്, ഈ ഖത്തർ ഭരണകൂടത്തിൻ്റെ ഫണ്ടിങ്ങിലാണ്. അതുകൊണ്ടാണ് ഇവർ ശക്തമായി ഇരുന്നിട്ട് നുണ പറയുന്നത്. കണ്ട സുഡാപ്പികളെ, നമ്മുടെ മലപ്പുറത്ത് പോലുള്ള സുഡാപ്പികളെ പിരികേറ്റി സ്ക്രൂ ചെയ്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അൽ ജസീറ ഇരുന്ന് നുണ പറയും. ഇറാൻ ജയിക്കുകയാണ്, നമ്മൾ ആ മീഡിയ വണ്ണിൽ കേൾക്കുന്ന അതേ സ്റ്റൈലാണ്. കൈരളിയിലും മീഡിയ വണ്ണിലും കേൾക്കുന്നോണ ഇറാൻ ഇപ്പം ജയിക്കും, ഇതിപ്പോൾ ഇസ്രായേൽ തകർന്ന് തവിട്ടുപൊടിയാവും, ഇപ്പം ജയിക്കുന്നു പറയാം. അപ്പോൾ കുറേ സുഡാപ്പികൾ, കള്ളക്കൂതറ സുഡാപ്പികൾ എഴുന്നേറ്റ് വന്നിട്ട് യുദ്ധത്തിന് പോകും, മാറ്റങ്ങളുടെ പരിപാടിയും തീരും. അതൊക്കെ ഈ സിൻവാറൊക്കെ അതിൽ പെട്ടതാണ്. എന്നാൽ ഇതിന് കുരുതി കൊടുക്കുന്നത് ഇവരുടെ അതേ സുഡാപ്പികളാണ്. 46,000 പാലസ്തീനികളെയാണ് കുരുതി കൊടുത്ത ആ സിൻവാർ. എന്നിട്ട് വിമോചന സമരം എന്നും പറഞ്ഞ് നടക്കുക. അതാണ് അവരുടെ സ്ഥിതി. ഇനി നമുക്ക് ഖത്തർ മാഫിയയിലേക്ക് തിരിച്ചു വരാം. ഈ ഖത്തർ മാഫിയ ഞാൻ പറഞ്ഞല്ലോ, സാംസ്കാരിക അവരുടെ മതത്തെ പ്രകോപിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ
സ്വർണം ഉരുട്ടി തിരികെ കയറ്റി വിടും. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് സ്വർണം ഉരുട്ടി മനുഷ്യ ശരീരത്തിലൊക്കെ വെച്ചിട്ട് വിടും. കാരണം എന്തിനാന്ന് വെച്ചാൽ അവിടുത്തെ മറ്റു സമുദായങ്ങളിലെ ആൾക്കാരിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് വരുത്തി ഈ സുഡാപ്പികൾക്ക് പണം കൂടുതൽ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണം തിരികെ കയറ്റി വിടുന്ന പരിപാടി, അതല്ലെങ്കിൽ അവിടെയുള്ള സിനിമകളെയൊക്കെ സ്വാധീനിക്കാൻ. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ പോയിട്ട് അവിടെ കേണു നിൽക്കുന്നത്. ഓരോ ഇങ്ങനെ സൂപ്പർ മെഗാ സ്റ്റാറുകളൊക്കെ ഖത്തർ മാഫിയ, ആ മാഫിയയുടെ ഒരു ബ്രാഞ്ചാണ് മട്ടാഞ്ചേരി മാഫിയ. അപ്പൊ അതിനുള്ള കഥകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, സ്ക്രിപ്റ്റ് വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനം ഈ ഖത്തറിലെ മാഫിയക്ക് ഉണ്ട്. അവർ പറയും കേശു ഈ വീടിന്റെ നാഥൻ എന്നുള്ളൊരു സിനിമ ഉണ്ടാക്കാൻ പറയുന്നു. നമ്മുടെ കഞ്ചാവ് കച്ചവടം നടത്തുന്ന ഒരു ഡയറക്ടറും പിന്നെ അവന്റെ ഭാര്യ ഒരുത്തി ഉണ്ടല്ലോ, വലിയൊരു ആളുണ്ട്, അവളൊക്കെ പാടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം. അവർ ഇരുന്ന് മട്ടാഞ്ചേരിയിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതും. പിന്നെ മെഗാ സ്റ്റാറായി സൂപ്പർ സ്റ്റാറായി ഇതിനെ ഉന്നം വെച്ചിട്ട് മോഡിയും അമിത്ഷായും കൂടി ഒന്ന് ഉന്നം വെച്ച് നോക്കി കേന്ദ്ര സേനകൾ ഇത് എവിടെ നിന്ന് ഈ ഫണ്ടിങ് വരണേ, ഇവരിട്ട് ഇങ്ങനെ ഇട്ട് എവിടെ ഇട്ട് കളിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയവരുടെ പിന്നാലെ പോക്കുണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയുന്നതാണ്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു വലിയ സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ, ലക്ഷദ്വീപ് സേവ് ചെയ്യാൻ നടന്നിരുന്ന ഒരു ലക്ഷദ്വീപ് സേവർ. ലക്ഷദ്വീപില് ഇന്ത്യയുടെ ദ്വീപാണ്, അതുകൊണ്ട് അവിടെ ഒരു വിനോദസഞ്ചാരത്തിന് ഒരു മേഖല ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഘോരം നിന്ന് ഇത് അവിടെ വിനോദസഞ്ചാരം ഒന്നും വേണ്ട, അവിടെ സ്നേഹമുള്ളവരുണ്ട്, അവിടെ സേവ് ചെയ്യണം ലക്ഷദ്വീപിനെ. അദ്ദേഹത്തിന് മുനമ്പത്തെ കുറച്ച് പാവപ്പെട്ടവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, അവരെയും ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നല്ല നടനാണ്, അദ്ദേഹത്തിനൊക്കെ വ്യക്തമായ ഇതുണ്ട്. അദ്ദേഹത്തിന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. എല്ലാ നടന്മാരും ഈ പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പത്രങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ആളാവും. അദ്ദേഹം വന്നിട്ട് പറയും ഇതൊന്നും ശരിയല്ല, അതൊന്നും ശരിയല്ല. മുനമ്പത്തെ ആൾക്കാർ അദ്ദേഹത്തിനെ അന്വേഷിക്കുന്നുണ്ട് ഈ വഖഫായിട്ട് ബന്ധപ്പെട്ടിട്ട്. റാഫേൽ തട്ടിൽ പിതാവൊക്കെ വന്നപ്പോൾ ചോദിച്ചു, ഇവരൊക്കെ അന്വേഷിക്കുന്നത് പൃഥ്വിരാജ് വരും, പൃഥ്വിരാജ് വന്നിട്ട് മുനമ്പത്തെ ജനങ്ങളുടെ ഒപ്പം നിന്നിട്ട് അങ്ങോട്ട് അലക്കുന്നു വിചാരിച്ചത്. കാരണം ഇദ്ദേഹം അവിടെ അങ്ങ് ദൂരെയുള്ള ഒരു ദ്വീപിൽ പോയിട്ട് പറഞ്ഞു ഇവര് സ്നേഹമുള്ളവരാ, ഇവിടെ വിനോദസഞ്ചാരം ഒന്നും വേണ്ട, അവിടുത്തെ എന്താണ് അദ്ദേഹം മുനമ്പത്ത് വരാത്തെന്നൊരു പൊതു ഇത് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. എന്താണ്? അപ്പൊ വീണ്ടും ഞാൻ ഖത്തർ മാഫിയയിലേക്ക് വരാം. അപ്പൊ ഈ കേരള സിനിമയ്ക്ക് നല്ലൊരു അടിത്തറ ഇട്ട് കൊടുക്കാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫഹദ് കുട്ടനൊക്കെ ഇത് കാണുമ്പോൾ, അതല്ലെങ്കിൽ പിന്നെ അമൽ നീരദ്, ഈ ആഷിഖ് അബു, ഇങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ ഒരു മട്ടാഞ്ചേരി മാഫിയ അവരുടെ ബ്രാഞ്ചാണ് ഈ ഖത്തർ മാഫിയയുടെ. സിനിമകൾക്കുള്ള സ്ക്രിപ്റ്റ് അടക്കം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഒരിടയ്ക്ക് ഇതിനെപ്പറ്റി നമ്മുടെ നാദിർഷ കേശു ഈശോ ഈ വീടിന്റെ നാഥൻ എന്നായിരുന്നു, പിന്നീട് മാറ്റി കേശു ഈ വീടിന്റെ നാഥൻ എന്നൊക്കെ ആക്കി ഒരു ഉരുട്ടി ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഇനിയിപ്പോ എന്റെ ഭയം ഈ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാറുകൾ ട്രംപ് വന്നത് മൂലം തമീം ഇത് നിർത്താന്ന് പറഞ്ഞു, ഈ കച്ചവടം നിർത്താൻ, ഖത്തർ മാഫിയയും പരിപാടികളും ഈ അൽ ജസീറ പോലെയുള്ള പരിപാടികളും ഇനിയുള്ള പരിപാടികളും തീവ്രവാദമൊക്കെ നിർത്താന്ന് പറഞ്ഞു. ഇതിപ്പോ കേരളത്തിനെ ബാധിക്കോ, സൂപ്പർ സ്റ്റാറുകളെ ബാധിക്കോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. നിങ്ങളൊന്ന് ഇതായിട്ടുണ്ട്, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, നമ്മുടെ അറബീനെ കാണുമ്പോൾ കാവാത്ത് മറക്കുന്ന മാധ്യമങ്ങളുണ്ട് അവിടെ. നമ്മുടെ ഒരു മൊട്ടത്തലയൻ അരുൺകുമാർ, ഡോക്ടർ റിപ്പോർട്ടർ അരുൺകുമാർ അറബീനെ കാണുമ്പോൾ, അറബിയെ നിങ്ങളെ പറ്റി ഞങ്ങൾ ഒന്നും പറയില്ല, ഞങ്ങളുടെ അടിമകളെ തരാം, മലയാളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും അടിമകളെ അങ്ങോട്ട് അയച്ചു തരാം, അവരെ കൊണ്ടുവന്ന് പെട്രോളിലെ മരുഭൂമിയിലെ കൊണ്ട് പണിയെടുപ്പിച്ചോ കാട്ടറബികള്. ഇവൻ നമ്മുടെ പൃഥ്വിരാജ് ഒരു പടം ചെയ്തുല്ലോ, എന്നിട്ടാണ് മറ്റേ ആടുതോമി ആടിന്റെ കഥ. അതുപോലുള്ള അനുഭവങ്ങളാണ് ഈ കാട്ടറബികളുടെ അണ്ടറിലുള്ള അടിമത്തം. എന്നാലും നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിനെപ്പറ്റി പറയില്ല, മാധ്യമങ്ങളും പറയില്ല, ഈ സിനിമാക്കാരെ ഇതിനെപ്പറ്റി സ്ക്രിപ്റ്റ് ചെയ്തില്ല. അവിടുത്തെ വല്ലപ്പോഴും ആരെങ്കിലും അവിടുത്തെ നമ്മുടെ മലയാളി സഹോദരങ്ങളുടെ കഥകൾ പറഞ്ഞാലായി. അതല്ലെങ്കിൽ ഇവരൊക്കെ എഴുതുന്നത് മറ്റു മതങ്ങളും സമുദായങ്ങളും എത്ര മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഥ എഴുതുക. മാനവരിൽ മഹോന്നതനായവനെ കുറിച്ചൊന്നും ഒരു കഥ എഴുതാനായിട്ട് ഒരുത്തനും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ കാലങ്ങൾ മാറി വരുന്നുണ്ട്. പറഞ്ഞോണം മറക്കണ്ട, പൃഥ്വിരാജിനെ അന്വേഷിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ അവിടെ നമ്മുടെ മുനമ്പത്തുള്ള ആൾക്കാർ പൃഥ്വിരാജ് ഒന്ന് വരണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് ലക്ഷദ്വീപ് പോലെ ഒന്ന് സേവ് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് പറ്റണമെങ്കിൽ ഒന്ന് മുനമ്പം വരെ പോകണം, അവരുടെ കൂടെ നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.